നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് സോഡ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഡ്സ്, ടു ഓഫ് കപ്സ്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാണ്ട്സ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് വളരെ ആവേശഭരിതമായ ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. കാരണം നിങ്ങൾക്കിന്ന് പുതിയ എന്തെങ്കിലും ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമുക്ക് ഒരു പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇന്നത്തെ ദിവസം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇന്ന് വളരെ ഉത്സാഹത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ പല കാര്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം കണ്ടെത്തുന്നത് വഴി നമ്മൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോൺഫിഡൻസോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഇരിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നിരിക്കാം. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ സ്റ്റക്കായി നിന്ന് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രോബ്ലം സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതായിരിക്കാം. അതായത് നമ്മൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ട് അതിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു തടവറയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ദിവസം പുറത്ത് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെ കൊണ്ട് ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട്. എന്നിട്ട് അതോർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏസ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഇന്നൊരു പുതിയ സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. ഒരു പുതിയ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളെയോ കണ്ടുമുട്ടുന്നത് വഴി നിങ്ങൾക്ക് പുതിയ കൂടുതൽ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്.
ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം ഒരു പുതിയ ജോലി കിട്ടുന്നുണ്ടാവാം. ചില ആളുകൾക്ക് ഇന്ന് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ഒരു ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്കും കിട്ടുന്നത്. സ്ട്രക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ദീർഘകാലത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തു വെച്ച ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ റിസൾട്ട് ഇന്ന് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടും ആവാം. ചിലപ്പോൾ നിക്ഷേപം നടത്തുന്നതാവാം, ചിലപ്പോൾ അതിനകത്ത് നിന്ന് റിസൾട്ട് കിട്ടുന്നതും ആവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ചില ആളുകൾ ഇന്ന് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കൃഷിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കിന്ന് കൂടുതൽ വിളവെടുപ്പ് നടത്താനും അതുവഴി കുറേ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുവാനുമായിട്ടുള്ള ഒരു ചാൻസാണ് ഇതിനകത്ത് കാണുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളിന്ന് ചിലപ്പോൾ മറ്റാരെങ്കിലും കൂടിച്ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് പ്രവൃത്തി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ സക്സസ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒരു ബിസിനസ് മീറ്റിംഗ് നടത്തുന്നത് വഴി നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അത് നടപ്പിൽ വരുത്താനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. മറ്റൊരാളുമായിട്ട് അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഐഡിയാസ് കുറച്ചും കൂടി ക്ലിയറായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പുതിയ ഐഡിയാസും ആശയങ്ങളൊക്കെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിന് കൂടുതൽ വ്യക്തത വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് കുറച്ചുകൂടി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ളവരെ വളരെയധികം സ്വാധീനിക്കാൻ ഇന്നത്തെ ദിവസം കഴിയുന്നുണ്ടെന്ന് പറയാം. അതായത് നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ കഴിവുകളും ഉപയോഗിച്ച് മറ്റുള്ള ആൾക്കാരെ നിങ്ങളുടെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് പ്രൊപ്പോസലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ നന്നായിട്ട് ഇംപ്രസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ പ്രസൻറ്റേഷനിൽ പറ്റും. അതുവഴി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു സൈക്കിക് പവറുള്ള ഒരു ദിവസമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻസ് നിങ്ങൾക്കത് മനസ്സിലാക്കാനും അത് നിങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന്. പല കാര്യങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പുതിയ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതിരുന്ന കാര്യങ്ങൾക്കൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി തരുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ഊർജവും ലഭിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ റീഡിങ് ഇതാണ്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടും നമ്മുടെ റീഡിങ്സിൽ കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.